ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന ഒരു സമാധി ഉണ്ടല്ലോ, സമാധിയെക്കുറിച്ചാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഒരു വൻ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സമാധി എന്നുള്ളത്. അപ്പോൾ സമാധി ആയതിനു ശേഷം അവർ ആരെങ്കിലും ഒരാളിനെ വിളിച്ച് കാണിച്ചാൽ മതി, നാട്ടിലുള്ള ഒരു ഡോക്ടറെയോ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു മെമ്പറെയോ കൗൺസിലറോ ആരെങ്കിലും വിളിച്ചൊന്ന് കാണിച്ച് അതിനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും അറിയാതെ തന്നെ അവർ കാര്യങ്ങൾ നടത്തി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു പ്രശ്നം നടന്നിരുന്നാൽ ശരി, അതങ്ങ് മുസ്ലിമിൻ്റെ മണ്ടയിലോട്ടാണ് കയറിക്കോളണം. മുസ്ലിമാണ് അതങ്ങ് ചാഞ്ഞ് കിടക്കയിലെ കിടക്കാണ്. ഈ മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുന്നത്. എടാ, അവന്മാരൊക്കെ തീവ്രവാദികളായിരുന്നെങ്കിൽ നീയൊക്കെ ഒന്ന് വാ തുറന്നിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവരൊന്നും ചെയ്യില്ല എന്ന് നിനക്കൊക്കെ നല്ലതുപോലെ അറിയാം. അതിൻ്റെ പേരിലാണ് നീയൊക്കെ തീവ്രവാദികൾ, അല്ലാതെ മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ തീവ്രവാദികളായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നീയൊന്നും വാ തുറക്കത്തേ ഇല്ല, ഒരിക്കലും തുറക്കത്തില്ല. കാരണം പിന്നെ തീവ്രവാദികളല്ലേ അവർ. അതുപോലെ IS എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലിനെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അത് മുസ്ലിങ്ങളല്ലേ കൊല്ലുന്നത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കിക്കൂടെ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മഹാത്മാഗാന്ധിജി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധിജിയെ കൊന്നും കുഴിച്ചു മൂടിയും വന്ന ഒരു സാധനം. നിങ്ങൾ ഹിന്ദുക്കളെ തന്നെ നിങ്ങൾ തീർക്കുന്നു. നിരപരാധിയായ എത്രയോ മുസ്ലിങ്ങൾ, പാവപ്പെട്ട ഒരു കൊച്ചു കുട്ടി വല്ല വർഷത്തിലും കാണും ഒരിക്കൽ കിട്ടുന്ന ഒരു നേർച്ചയ്ക്ക് ഇത് സക്കാത്ത് കിട്ടുന്ന ഇറച്ചിയുമായിട്ട് ട്രെയിനിൽ സംഭവിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 14 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെ പോലും ബീഫ് കൈ വിഷം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്ന നായ്ക്കൻ. കാരണം അങ്ങനെയുള്ള നായ്ക്കളാണ് നീയൊക്കെ. അങ്ങനെയുള്ള ഈ ഒരു ലോകത്താണ്. പിന്നെ ഒരു കാര്യം മാത്രം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്നും ഈ രാത്രിയായി തന്നെ അങ്ങ് നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. പകലുണ്ടാവും, കാലങ്ങൾ മാറി മാറി വരും, നാശം നിനക്കും ഉണ്ടാവും. ഇതൊക്കെ പൗരത്വ ബില്ലിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു സംഭവം ഓർമ്മയുണ്ടോ? ഇതിൻ്റെയൊക്കെ വാ മൂടിക്കെട്ടിയത്, കൊറോണ കൊണ്ട് വായിക്ക മൂടിക്കെട്ടിയത് അങ്ങ് മറന്നുപോയല്ലേ. അവർ നിനക്കൊക്കെ ഒരു പാഠങ്ങൾ തന്നിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നീയൊന്നും പഠിക്കത്തുമില്ല. അപ്പോൾ ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും അങ്ങ് മുസ്ലിമാൻ്റെ മണ്ടയിലോട്ടാണ് കയറിക്കൊള്ളാം കേട്ടോ, മുസ്ലിമാൻ്റെ. പിന്നെ ഇവിടെ ഒരു ഭരണഘടനയും അതിനൊരു നിയമവും എല്ലാം ഉണ്ട്. അതുപോലെ ഓരോരുത്തന്മാർ ചാനലിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, PC ജോർജ് തന്നെ വന്ന് പറയുന്ന കേട്ടില്ലേ. കാരണം എല്ലാം അങ്ങ് പായസാലിൽ പോയിക്കോളാം. ഇവിടെ എവനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എവനൊക്കാരാണ് ഒരു തുച്ഛമായൊരു കാലത്തിന് വേണ്ടിയുള്ളൊരു ജീവിതം മാത്രം. കണ്ണെന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ലോകത്തൊന്ന് വിട്ടുപോയത്. എന്തെങ്കിലും ഒരു നല്ല 10 കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ട് മരിച്ചു പോകും. നിനക്കൊക്കെ ഈ ഇവിടെ ഉള്ളവരെ ഒന്നും, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെങ്കിലും ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ നല്ലത് ചെയ്തു എന്നെങ്കിലും പറയുമല്ലോ. പക്ഷേ നീയൊന്നും അങ്ങനെയല്ല. നീയൊക്കെ വൃത്തികെട്ടവന്മാർ, ഈ ലോകം കണ്ടവരിൽ ഏറ്റവും വൃത്തികെട്ടവന്മാർ. കൊന്നും കൊലവിളിച്ചും കണ്ടും രസിച്ചും ചോര കുടിച്ചവരൊക്കെ അമേത്യങ്ങൾ തിന്നും ജീവിക്കാൻ മാത്രം നിനക്കൊക്കെ വിധിയുള്ളൂ. എന്നിട്ട് നീയൊക്കെ ചത്തു പോയിരുന്നാലും നിന്നെയൊക്കെ വർഷങ്ങളോളം ആ തലമുറ അവിടെ ഉള്ള കാലത്തോളം ആ തലമുറ കേട്ട കാലത്തോളം നിന്നെയൊക്കെ വെറുത്ത് തള്ളുന്ന ഒരു കാലം വരുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തികൾ, എന്തെല്ലാം നല്ല പ്രവൃത്തികൾ നടക്കുന്നു, എത്രയോ രോഗികൾ കിടക്കുന്നു, അവരെയൊക്കെ പോയി ഒന്ന് സന്ദർശിച്ചു നോക്കുക. എത്രയോ രോഗികൾ കിടക്കുന്ന അവരെയൊക്കെ ഒന്ന് പോയി സന്ദർശിച്ചു നോക്കുക. അതുപോലെ എത്രയോ പാവങ്ങൾ ഉള്ളിലും കിടപ്പാടവും ഇല്ലാതെ കഷ്ടപ്പെട്ട് അലഞ്ഞ് ഏതെല്ലാം രീതിയിൽ വിഷമിച്ച് മനുഷ്യർ ഓരോരുത്തർ ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എങ്ങനെയാണെന്ന് നോക്കുക. അങ്ങനെയൊക്കെ ഉള്ള നന്മകൾ അല്ല ചെയ്യേണ്ടത്. അല്ലാതെ ഈ പാവങ്ങളെ തമ്മിലടിപ്പിച്ച് കൊന്ന് നിനക്കൊക്കെ നിന്നെയൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ അത്രത്തോളം വൃത്തികെട്ടവന്മാർ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഏത് സംഭവിച്ചാലും മുസ്ലിമാരെ അങ്ങ് പിടിച്ചോളണം. ഏതെങ്കിലും നീ വ്യക്തിപരമായ ഒരുത്തരെ പിടിച്ച കാര്യം പറയാം. നീ മുസ്ലിങ്ങളെല്ലാം കൂടെ കൂട്ടുന്നത്. നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും നായപ്പെടാപ്പെടുന്ന കണക്ക്, നായ്ക്കൾ കിടന്ന് പാടുപെടുന്ന കണക്ക് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് ഓരോരുത്തർ കിടന്ന് കഷ്ടപ്പെട്ടാണ് ആ നാട്ടിലേക്ക് അയച്ച ആ നാടൊക്കെ നമ്മളെ കേരളമൊക്കെ പുരോഗമിച്ചതിൻ്റെ കാര്യം. നായ്ക്കൾ കൂടെ കിടന്ന് കഷ്ടപ്പെട്ടും വീടും കൂടും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് ആ പണം വന്നാൽ ഓരോ ബിൽഡിങ്ങുകൾ വെച്ചും നിങ്ങളൊക്കെ അവർ ലെവലിലൊക്കെ വന്നും ഈ ലെവലിലെത്തിയത് തന്നെ എങ്ങനെയാണ്?
അത് അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് മാത്രമാണ്. എന്നിട്ട് നിനക്കൊക്കെ കൊല്ലണം, തിന്നണം. മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. അതാണ് നല്ലത്. അല്ലാതെ നിന്നെയൊക്കെ പോലെ പിശാചുക്കൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിനക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. ഇതെന്നും ഈ രാത്രി പോലെ അങ്ങ് നിൽക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കണ്ട. പകലുകൾ വരും, കാലങ്ങൾ മാറി മാറി വരും. ഇതിനെല്ലാം പ്രതിവിധി ഉണ്ടാവും. ഇപ്പോൾ കാലിഫോർണിയയിലുണ്ടായത് അറിയാലോ, അമേരിക്കയിൽ ചുമ്മാ അങ്ങ് ഉണ്ടാവുന്നൊന്നുമല്ല. ഇതുപോലെ തന്നെ അഹങ്കരിക്കുന്ന ഏത് ജനതയും തകർത്ത് തന്നെ വന്നിട്ടുള്ളത്, നശിപ്പിച്ച് തന്നെ വന്നിട്ടുള്ളത്. ഇനിയും അത് തന്നെ നടക്കും. അതന്നെ നടക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുത്തനും ഇപ്പോൾ ഇവിടെ ശാശ്വത ജീവിതവുമില്ല, ശാശ്വതമായി പോകത്തുമില്ല. നന്മ ചെയ്തോ ഇത്തിരി പോലെയുള്ള ഒരു ജീവിതം, അതിൽ നന്മ ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്ത് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി കുടുംബത്തെ സന്തോഷമായി ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയയിലെ I'm sweet like a buttercup.